കോയമ്പത്തൂരുള്ള GD കാർ മ്യൂസിയത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ആദ്യം ചെയ്തിരുന്നു. ഇത് ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ആ വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് സ്പെഷ്യലി ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് കഴിയുമ്പോൾ അതുകൂടി കണ്ടേക്കുക. അതുപോലെ തന്നെ GD കാർ മ്യൂസിയത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷനും ടിക്കറ്റ് റേഞ്ചും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡോഡ്ജ് ബ്രദേഴ്സിൻ്റെ വിക്ടോറിയ 6 1929 മോഡലാണ്. 3409 cc എഞ്ചിനാണ് വരുന്നത്. 6 സിലിണ്ടറാണ്. വേൾഡ് വാറിൻ്റെ 10ാം വർഷത്തെ ഹോണറിന് വേണ്ടി ഡോഡ്ജ് ബ്രദേഴ്സ് ഓഫർ ചെയ്തതാണ് ഈ വിക്ടോറിയ 6 എന്ന് പറയുന്ന മോഡൽ. ഷവർലെറ്റിൻ്റെ AA ക്യാപിറ്റോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മോഡലാണ്. 1927 മോഡലാണ് കേട്ടോ. അത്രയും പഴയ ഒരു മോഡലുമാണ്. കാണാൻ അത്രയും മനോഹരമായിട്ടുള്ള ഒരു മോഡലാണ്. ഷവർലെറ്റിൻ്റെ AE ഇൻഡിപെൻഡൻസ് 1931 മോഡലാണ്. 3779 cc എഞ്ചിനാണ് വരുന്നത്. ആ സമയത്ത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് $475 മുതൽ $650 വരെ ആയിരുന്നു. ആ ഇറങ്ങിയ കാലഘട്ടത്തിലെ വിലയാണ് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിലെ ഷവർലെറ്റിൻ്റെ സിമ്പലും കാര്യങ്ങളും ഡിസൈനൊക്കെ കണ്ടോ, ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് സംഭവം. ഷവർലെറ്റിൻ്റെ ഫ്ലീറ്റ് മാസ്റ്റർ എന്ന് പറയുന്നൊരു മോഡലാണ്. 1947 മോഡലാണ്. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു മോഡലാണ്. അതിൻ്റെ ഒരു ലുക്ക് ഉണ്ടോ നിങ്ങൾ, അതിൻ്റെ ഷേപ്പും ഡിസൈനും സംഭവം അടിപൊളിയാണ്. ഓൾഡ്സ്മൊബൈൽ ഡൈനാമിക് 60 ഒരു പ്രത്യേക ഷേപ്പാണ്. പ്രത്യേക ഷേപ്പ് എന്ന് പറഞ്ഞാൽ കാണാൻ ലുക്ക് വൈസ് ഒന്നും പറയാനില്ല. 1948 മോഡലാണ്. അതിൻ്റെ ഓൾഡ്സ്മൊബൈലിൻ്റെ ലോഗോയും സിമ്പിളും എല്ലാം ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതും മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം നമ്മൾ കണ്ടാൽ ഒന്ന് നോക്കി നിന്ന് പോകുന്ന ടൈപ്പ് ഒരു വെഹിക്കിളാണ്. ഈ ഒരു ഷോട്ടിൽ വണ്ടിയുടെ ഫ്രണ്ട് ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സംഭവം അടിപൊളിയാണ്. ഓൾഡ്സ്മൊബൈൽ ഡെൽറ്റ 88 എന്ന് പറയുന്നൊരു മോഡലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ്. 1980 മോഡലാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു വാഹനമാണ്. പെക്കാർഡ് സൂപ്പർ 8 എന്ന് പറയുന്നൊരു മോഡലാണ്. 1949 ഇറങ്ങിയൊരു ഐറ്റമാണ്. 5361 cc എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെയും ഷേപ്പ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭയങ്കര അടിപൊളിയാണ്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഇടിവെട്ട് റെഡ് സാധനം ഇരിക്കുന്നുണ്ട്. സ്റ്റഡ്ബേക്കർ കോർപ്പറേഷൻ്റെ പ്രസിഡന്റ് ക്ലാസിക് എന്ന് പറയുന്നൊരു മോഡലാണ്. 1958 മോഡലാണ്. നല്ല അടിപൊളിയൊരു റെഡ് കളറുള്ള സംഭവം. കാഡിലാക് സെവിൽ എന്ന് പറയുന്നൊരു മോഡലാണ്. 1993 മോഡലാണ്. പുതിയൊരു ഐറ്റമാണ്. 4915 cc ആണ് വരുന്നത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഇടിവെട്ട ഐറ്റമാണ്. അതിൻ്റെ ഒരു നീളം കണ്ടു നോക്കിക്കോട്ടാ. ആഹാ, നമ്മൾ പല സ്ഥലത്തും ഈ ഒരു വാഹനം കണ്ടിട്ടുണ്ടാവും. കാഡിലാക് ഡെവിൾ ലിമോസിൻ എന്നാണ് എൻ്റെ വാഹനത്തിൻ്റെ ഒരു പേര്. ഒരു USA ഒറിജിനൽ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ 1997 മോഡലാണ് ഉണ്ടാവും. ഭയങ്കര പഴയ വാഹനമൊന്നുമല്ല, 97 മോഡലാണ്. ഇതിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാലേ ഇത് കാറാണോ ബാറാണോ എന്ന് തോന്നത്തക്ക രീതിയിലാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. സംഭവം കണ്ടിട്ട് നോക്കിയിരുന്ന് പോകുന്ന ഒരു ടൈപ്പ് സാധനമാണ്. 4600 cc എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത്രയും ലെങ്ത് ഉണ്ടെങ്കിൽ കൂടി ആകെ 4 ഡോറാണ് ഇതിന് വരുന്നത്. ഫ്രണ്ടിൽ 2 ഡോറും ഏറ്റവും ബാക്കിലായിട്ട് 2 ഡോറും. ആ സെൻറ്ററിൽ വരുന്ന ഭാഗം ഒരു എന്താ പറയുക, ഒരു കോൺഫറൻസ് ഹാൾ പോലെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ആ രീതിയിലുള്ള സെറ്റപ്പാണ്. സംഭവം ഏതൊരു അടിപൊളിയായിട്ടുണ്ട്. ഈ വാഹനം നമ്മൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത്. സംഭവം അടിപൊളിയാണ്. അതിനോട് ചേർന്ന ഒരു വിൻറ്റേജ് ടൈപ്പിലുള്ള ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ലുക്കിലുള്ളൊരു സാധനം. വിൻറ്റേജ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഹിസ്പാനോ സൂയിസ എന്നാണ് ഇതിൻ്റെ പേര്. ആകെ 2350 എണ്ണം മാത്രമേ ഈ വാഹനം ഇറക്കിയിട്ടുള്ളൂ. 1925 മോഡലാണ്. ഫ്രാൻസ് ആണ് ഒറിജിൻ. 6597 cc ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഏതായാലും ലുക്ക് വൈസ് ഒന്നും പറയാനില്ല, കിടുവാണ്. ഇത് സുബാറു റെക്സ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. 1985 മോഡലാണ്. 655 cc എഞ്ചിനുള്ള 2 സിലിണ്ടർ എഞ്ചിനാണ്. ഹാച്ച് ബാക്കൊക്കെ ഉള്ളൊരു മോഡലാണ്. എൻ്റെ ഫ്രണ്ടിലെ ലോഗോ കണ്ടപ്പോൾ വണ്ടി മനസ്സിലായിട്ടുണ്ടാവും. റോൾസ് റോയ്സ് ആണ്. 20 എന്ന് പറഞ്ഞ മോഡലാണ്. 1925 മോഡലാണ്. ആകെ 2940 എണ്ണം മാത്രമേ ഈ വാഹനം ഇറക്കിയിട്ടുള്ളൂ. 3127 cc എഞ്ചിനാണ്. 6 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് കേട്ടോ. ഫോർഡിൻ്റെ ഫോർട്സൺ 10 എന്ന് പറയുന്ന ഒരു പിക്കപ്പ് വാനാണ് ഈ കാണുന്നത്. 1938 മോഡലാണ്. ആകെ 1772 cc എഞ്ചിൻ വരുന്ന ഒരു പഴയ മോഡലൊരു വാനാണ്. ഫോർഡ് കോർട്ടിന MK5 എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു വണ്ടിയാണ്. 1980 മോഡലാണ് കേട്ടോ. അതൊക്കെ ആകെ വരുന്നത് 4 സ്പീഡ് ഓട്ടോ ട്രാൻസ്മിഷൻ ഗിയറാണ് വരുന്നത്. വാക്സ്ഹാൾ Y1 എന്ന് പറയുന്നൊരു മോഡലാണ് ഈ കാണുന്നത്. 1953 മോഡലാണ്. ആകെ 5313 എണ്ണം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. 1508 cc എഞ്ചിനാണ് ഇതിന് വരുന്നത് കേട്ടോ. പഴയ ഒരു മോഡലാണ്. വോൾസ്ലൈ 8 സീരീസ് ആണ്. 1948 മോഡലാണ്. ആകെ 5344 എണ്ണം മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. 918 cc എഞ്ചിനാണ്. 1000 താഴെയാണ്. സൺറൂഫൊക്കെ ഉള്ളൊരു മോഡലാണ്.
ഓസ്റ്റിൻ ഷീർലൈൻ A125 എന്ന് പറയുന്നൊരു മോഡലാണ്. 1947 മോഡലാണ്. ആകെ 11,605 എണ്ണം ആണ് ഇറക്കിയിട്ടുള്ളത്. 6 സിലിണ്ടർ എഞ്ചിനാണ്. 3995 cc എഞ്ചിനാണ് വരുന്നത്. ഈ കാണുന്നതും ഓസ്റ്റിൻ 10 കേംബ്രിഡ്ജ് എന്ന് പറയുന്നൊരു മോഡലാണ്. 1937 ഒരു മോഡലാണ്. 1125 cc എഞ്ചിൻ ആണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പഴയ ഒരു മോഡലാണ് തന്നെ CC കുറച്ച് കുറവാണ്. ഓസ്റ്റിൻ 8 എന്ന് പറയുന്ന 1947 ഒരു മോഡലാണ്. 900 cc ആണ് എഞ്ചിൻ വരുന്നത്. ആലിഗേറ്റർ ബോണറ്റും ക്രോം ഗ്രില്ലുമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സൂയിസൈഡ് ഡോർ എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തുറക്കുന്ന ഡോർ ആയതുകൊണ്ടായിരിക്കാം. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കുഞ്ഞാപ്പി ഇരിക്കുന്നുണ്ട്. അത് ഓസ്റ്റിൻ്റെ മിനി വാനാണ്. 1968 മോഡലാണ്. 848 cc എഞ്ചിനാണ് വരുന്നത്. 2 ഡോറാണ് വരുന്നത്. 2 ഡോർ വുഡി വാൻ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഓസ്റ്റിൻ 7 റൂബി എന്ന് പറയുന്ന 1931 ഒരു മോഡലാണ്. 747 cc എഞ്ചിനാണ്. 2 ഡോർ ടൂറർ എന്നാണ് ഇതിനെ പറയുന്നത്. 4 സീറ്റ് വണ്ടിയാണ് കേട്ടോ. സംഭവം ഒരു പഴയ മോഡലാണ്. ഡൈംലറിൻ്റെ സെഞ്ചുറി എന്ന് പറയുന്നൊരു മോഡലാണ്. 1956 മോഡലാണ്. ആകെ 4818 എണ്ണം മാത്രമേ ഈ വാഹനം ഇറക്കിയിട്ടുള്ളൂ കേട്ടോ. 2433 cc എഞ്ചിനാണ് വരുന്നത്. മോറിസിൻ്റെ 8 സീരീസ് ആണ്. 1948 ഒരു മോഡലാണ്. ആകെ 918 cc എഞ്ചിൻ വരുന്നതാണ് അതിൻ്റെ കപ്പാസിറ്റി. സംഭവം ഒരു വേരിയൻ്റ് ആണ്. മോറിസിൻ്റെ ബുൾനോസ് കൗളി എന്ന് പറയുന്നൊരു മോഡലാണ്. 1926 ഒരു മോഡലാണ്. ആകെ 1140 എണ്ണം മാത്രമേ ഈ വാഹനം ഇറക്കിയിട്ടുള്ളൂ. 1548 cc എഞ്ചിനാണ് ഇതിന് വരുന്നത്. 2 സീറ്റർ ടൂറർ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിലെ വാഹനങ്ങളുടെയൊക്കെ പലതരം പ്രത്യേകതകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പലതരം മൃഗങ്ങൾ വലിച്ചിരുന്ന വാഹനങ്ങളായിരുന്നു. ആന, കുതിര, ഒട്ടകം, കാള, സീബ്ര തുടങ്ങി മനുഷ്യന്മാർ വലിച്ചിരുന്ന വാഹനങ്ങൾ വരെ ഉണ്ടായിരുന്നു. പക്ഷേ 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടിലേക്ക് മാറി. അതായത് നമ്മുടെ നിരത്തിലൂടെ ട്രാക്കുകളിൽ ഓടുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണ് ട്രാൻസ്പോർട്ട്സ് എന്ന് പറയുന്നത്. പല സിറ്റികളിലും പിന്നീട് അത് 1930, 1960 കാലഘട്ടങ്ങളിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ GD കാർ മ്യൂസിയത്തിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങളാണ്. ഈ കാണുന്നത് ഒരു ലോ കോസ്റ്റ് കാറാണ്. അതായത് ചെറിയ സെറ്റപ്പിലുള്ളൊരു കാറാണ് ഈ കാണുന്നത്. ബസ്സുകളൊക്കെ ഇറങ്ങിയ കാലഘട്ടത്തിലെ ആദ്യത്തെ ഒരു മോഡലായിട്ടുള്ളൊരു ബസ്സാണ് ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം സൈസ് കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ബെഡ്ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വാഹനമാണ് ഈ കാണുന്നത്. 1931 ഒരു മോഡലാണ്. അതൊരു സ്റ്റുഡിയോ വാനായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. കോയമ്പത്തൂരിൽ തന്നെ ഒരു സ്റ്റുഡിയോയുടെ വാഹനമാണ്. സംഭവം കലക്കി. 1997 ഫോർഡ് എസ്കോർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. സിപാനി ബാദൽ എന്ന് പറയുന്ന പഴയ തരം ഒരു ഓട്ടോയാണ്. സൺറൈസ് ഓട്ടോസ് എന്നാണ് കമ്പനിയുടെ പേര്. 1975 ഒരു മോഡലാണ്. 3 ടയറാണ് വരുന്നത്. 1987 സിപാനി ഡോൾഫിൻ എന്ന് പറഞ്ഞൊരു മോഡൽ. 1998 മാറ്റിസ് ആണ് ഈ കാണുന്നത്. നമ്മൾ പലരും ഓടിച്ചിട്ടുള്ള ഒരു വാഹനമാണിത്. 1998 ഹുണ്ടായുടെ സാൻഡ്രോ നമ്മളെല്ലാവരും കണ്ടേക്കുന്ന ഒരു വാഹനമാണ്. അങ്ങനെ കുറച്ച് കോമൺ സാധനങ്ങളിലേക്ക് എത്തുകയാണ്. 2010 ടാറ്റ ഏരിയ. ഇതൊരു ഫയർ പമ്പാണ്. നമ്മുടെ വാഹനങ്ങൾ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നൊരു മോഡലിലാണ് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഷവർലെറ്റിൻ്റെ ക്യാരവനാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. 1930 ഒരു മോഡലാണ്. പഴയ മോഡൽ ക്യാരവനാണ് ഈ കാണുന്നത് കേട്ടോ. സംഭവം ഏതായാലും വെറൈറ്റി ആയിട്ടുണ്ട്. അന്നത്തെ ഫിലിം ഫീൽഡ് സംഭവങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇനി ഒരു നാനോ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. 2009 മോഡലൊരു നാനോ കട്ട് മോഡലായിട്ട് വട്ടം കട്ട് ചെയ്ത് കേക്ക് മുറിക്കണമെങ്കിൽ വട്ടം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ട് ശീലിച്ച ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. കുറച്ച് റെയറായിട്ടുള്ള സംഭവങ്ങൾ മാത്രം ഒന്ന് സ്പെഷ്യലായിട്ട് എടുത്ത് കാണിക്കുകയാണ്. ഈ കാണുന്നത് 1962 ഒരു 3 വീൽ ടെമ്പോയാണ്. സംഭവം നമ്മുടെ ബജാജ് ഉണ്ടാക്കിയ ഒരു വാഹനമാണ്. പണ്ടത്തെ 1962 മോഡലാണ്. സംഭവം ഏതായാലും പണ്ടത്തെ കാലത്തൊരു ട്രാൻസ്പോർട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തക്ക രീതിയിലാണ് അവരെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ആ വലിയ വേണ്ട തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ റെഡ് കുഞ്ഞിനിരിക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, ബജാജിൻ്റെ തന്നെ PTV എന്ന് പറയുന്നൊരു മോഡലാണ്. 1980 ഒരു മോഡലാണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വായിച്ചു നോക്കാം. ഞാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ ഓരോ കമ്പനിയുടെ ഓരോ വാഹനങ്ങൾ കാണിക്കുമ്പോൾ അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ കാണുന്ന ഓരോ വാഹനങ്ങളും ഓരോന്ന് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും ഒരുപാട് വാഹനങ്ങളുണ്ട്. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് 2ാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ പാർട്ട് കാണാൻ മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ കാണുന്നത് സ്റ്റാൻഡേർഡ് മോട്ടോഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് കമ്പാനിയൻ എന്ന് പറയുന്നൊരു മോഡലാണ്. 1955 ഒരു മോഡലാണ്. നമ്മുടെ പഴയകാല അംബാസിഡറിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന പല പല മോഡലുകളൊക്കെ കണ്ടിട്ടു. ഈ കാണുന്നത് 1949 സ്റ്റാൻഡേർഡ് മോട്ടോഴ്സിൻ്റെ തന്നെ വാൻഗാർഡ് എന്ന് പറയുന്നൊരു മോഡലാണ്. സംഭവം ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഈ കാണുന്നത് പ്ലൈമൗത്ത് സാവോയ് എന്ന് പറയുന്നൊരു മോഡലാണ്. 1956 ഒരു മോഡലാണ് കേട്ടോ.
2006 ഇറങ്ങിയ റെവ ഇലക്ട്രിക്കൽ കാർസാണ്. ഇതൊക്കെ നമ്മൾ ബാംഗ്ലൂരിലും കൊച്ചിയിലൊക്കെ ഒരുപാട് കണ്ടേക്കുന്ന ഒരു മോഡലാണ്. ഇപ്പോഴും നിരത്തിലുള്ള ഒരു മോഡലാണ്. പ്രോട്ടോടൈപ്പ് വിത്ത് ഫെയറിമാൻ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നൊരു മോഡലാണ്. 1980 മോഡലാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവസാനമായിട്ടൊരു കാളവണ്ടിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാളയില്ല, അപ്പോൾ വണ്ടി വെച്ചിരിക്കുന്നത് നമ്മൾ വന്ന വഴി മറക്കരുതല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും കാളവണ്ടി കൂടി വെച്ചിരിക്കുന്നത്. അപ്പോൾ GD കാർ മ്യൂസിയത്തിലെ ടിക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാനിനി പറയാം. ഒരാൾക്ക് വരുന്നത് കാർ മ്യൂസിയത്തിലേക്ക് 100 രൂപയും സയൻസ് മ്യൂസിയത്തിലേക്ക് 75 രൂപയാണ്. രണ്ടും ചേർന്ന് തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് എടുത്തു കഴിയുമ്പോൾ ഒരാൾക്ക് 175 രൂപ ടിക്കറ്റ് റേറ്റ് വരും. നമ്മൾ 3 പേര് കയറി കാണാൻ വേണ്ടി, അതുകൊണ്ട് തന്നെ 525 രൂപ ടിക്കറ്റ് പ്രൈസ് വന്നു. അപ്പോൾ കോയമ്പത്തൂർ വരുന്ന കാർ പ്രേമികൾ ഉണ്ടെങ്കിൽ, കാറിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. 175 രൂപ ഒരിക്കലും ഒരു കൂടുതലല്ല, ഇഷ്ടം പോലെ കാണാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് നമ്മുടെ GD കാർ മ്യൂസിയം എന്ന് പറയുന്നത് കോയമ്പത്തൂരിൻ്റെ ഒരു ടൗണിൽ തന്നെയാണ്. അതായത് കോയമ്പത്തൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്ററും നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായാലും കോയമ്പത്തൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നായാലും 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ, കോയമ്പത്തൂർ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് എന്തുകൊണ്ടും വന്ന് കാണാൻ പറ്റിയ, ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. അതുപോലെ തന്നെ നമ്മളെ ഇത് വീഡിയോയുടെ 2ാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അതും കൂടി കയറി കണ്ടേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദയവായി നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.